നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളെ ഞെട്ടിക്കുന്നതായിരുന്നു ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ നിർത്തുമെന്ന വാർത്ത. എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി ഇടപെട്ടു. തിരച്ചിൽ തുടരുമെന്ന് അറിയിപ്പ്. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ തുടരാനുള്ള തീരുമാനം. തെരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് കൊണ്ടുവരും. ചെളിയും മണ്ണും ഇളക്കി കളഞ്ഞ് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നദി അനുകൂലമായാൽ മാത്രം പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. തുടർ നടപടികളും ഉന്നതതല യോഗം ചർച്ച ചെയ്തു. 24 മണിക്കൂറിനകം ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാമെന്ന് എം വിജിൻ MLA പറഞ്ഞു. പ്രായോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രം എത്തിച്ചാൽ മതിയെന്നാണ് കർണാടകയുടെ മറുപടി. കേരളത്തിൽ നിന്ന് യന്ത്രം എത്തിച്ച് അത് പുഴയിലിറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ വീണ്ടും തുടങ്ങുക. കാലാവസ്ഥ പൂർണ്ണമായി മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നാണ് കാർവാർ MLAയുടെ വിശദീകരണം. എന്നാൽ 21-ാം തീയതി വരെ ഇവിടെ മഴ പ്രവചനമുണ്ട്. ഇതുവരെയുള്ള 13 ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് MLA പറയുന്നത്. രക്ഷാദൌത്യം നിർത്തിവെക്കരുതെന്നും തുടരണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നു. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി കാർവാർ MLA സതീഷ് സെയിലാണ് അറിയിച്ചത്. നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള MLAമാരും ബന്ധു ജിതിനും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ലെന്നായിരുന്നു MLAയുടെ വിശദീകരണം. അതേസമയം ശിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിലൊരു തീരുമാനം കൂടിയാലോചനകളില്ലാതെയെന്നും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അർജുന്റെ ബന്ധു ജിതിനും എം വിജിൻ MLAയും പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നലെ വരെ പറയാത്ത കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചിരുന്നു. തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായി എം വിജിൻ MLAയും പ്രതികരിച്ചിരുന്നു. അർജുനില്ലാതെ എങ്ങനെ തിരിച്ചു പോകുമെന്നായിരുന്നു ബന്ധു ജിതിന്റെ ചോദ്യം. കുടുംബത്തോട് എന്ത് പറയും? തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായും ജിതിൻ ചൂണ്ടിക്കാട്ടി. സർക്കാർ ഔദ്യോഗികമായി തീരുമാനം അറിയിക്കും വരെ തുടരും. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. യോഗ തീരുമാനം നടപ്പാക്കേണ്ടത് കർണാടക സർക്കാരാണ്. കേരള മന്ത്രിമാർക്ക് അവിടെ പോകാനേ പറ്റൂ. കേരള സർക്കാർ ആകുന്നത് പോലെ ചെയ്തു. മറ്റൊരു സംസ്ഥാനത്തെ ദൗത്യത്തിൽ ഇടപെടുന്നതിൽ കേരളത്തിന് പരിമിതിയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രക്ഷാദൌത്യം തുടരണമെന്ന് ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു. അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാനാകില്ലെന്നും അതിനാൽ താൽക്കാലികമായി തിരച്ചിൽ നിർത്തുകയാണെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലാണ് അറിയിച്ചത്. ഇനി തിരച്ചിൽ തുടരണമെങ്കിൽ ബാർജ് എത്തിക്കണം. തമിഴ്നാട്ടിൽ നിന്ന് ബാർജ് എത്തിക്കാൻ കുറഞ്ഞത് 4 ദിവസം എടുക്കും. റോഡ് മാർഗമേ ബാർജ് എത്തിക്കാൻ സാധിക്കൂ. ഇതിനുള്ള ശ്രമം നടത്തുന്നുവെന്നും MLA അറിയിച്ചു. കേരളത്തിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.